want you to think about the most hardworking student you ever knew. എല്ലാ ദിവസവും കൃത്യം 10-12 മണിക്കൂർ പഠിച്ച് റിലേഷൻഷിപ്പും എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് ഒറ്റ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ സങ്കല്പിക്കുക. ആ ആൾ എന്തുകൊണ്ടായിരിക്കാം ഫെയിൽ ആവുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിപ്പിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഫെയിൽ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവർ പഠിക്കാത്തത് കൊണ്ടോ അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ അല്ല, അവരുടെ ചില കാര്യങ്ങളിലുള്ള മൈൻഡ് സെറ്റ് മിസ്റ്റേക്സ് കാരണമാണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നതും അതേ മിസ്റ്റേക്സിനെ കുറിച്ചാണ്. അത് കുറച്ച് ഹാർഡ് ട്രൂത്ത്സ് ആയിരിക്കും. സ്റ്റേ വിത്ത് മീ. ഹായ്, മൈ നെയിം ഈസ് ഐശ്വര്യ ദാസ്. ഐ ആം എൻ എഡ്യൂക്കേറ്റർ, UPSC മെൻറ്റർ ആൻഡ് എ ഗ്രോത്ത് കോച്ച്. ഐ എം ടീച്ചിങ് UPSC ഫോർ ലാസ്റ്റ് 7 years. UPSC ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാൾ കൂടിയാണ് ഞാൻ. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറയട്ടെ, ഞാൻ ഒരുപാട് ആസ്പിറൻസിനെ കണ്ടിട്ടുണ്ട്. SSC ആസ്പിറൻസ്, UPSC ആസ്പിറൻസ്, PSC, നീറ്റ്, ഒരുപാട് ആസ്പിറൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് നോട്ടീസ് ദ സെയിം പാറ്റേൺ ഓവർ ആൻഡ് ഓവർ അഗെയിൻ. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിസ്റ്റേക്ക് നമ്പർ 1, കൺഫ്യൂസിങ് എഫേർട്ട് വിത്ത് സ്ട്രാറ്റജി. നമുക്കിപ്പോൾ ആരെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ സങ്കല്പിക്കാം. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ്റിൻ്റെ പേര് രാഹുൽ എന്നാണ് വിചാരിക്കുക. രാഹുൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് പഠിക്കും. രാഹുലിൻ്റെ ബുക്സും നോട്ടും ഒക്കെ അടിപൊളിയാണ്. പല കളറിലാണ് എഴുതി വയ്ക്കുന്നത്. ഭയങ്കര ഹൈലൈറ്റഡ് നോട്ടാണ്. അടിപൊളിയാണ്. എന്നും റിവൈസ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു വലിയ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ രാഹുൽ എന്നും ചെയ്യും. പക്ഷെ രാഹുലിന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? ഏറ്റവും കൂടുതൽ പേജസ് പഠിക്കുന്ന ഒരാളെ അല്ല എക്സാം റിവാർഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നോട്ട് എഴുതുന്ന ഒരാളെ അല്ല എക്സാം റിവാർഡ് ചെയ്യുന്നത്. പകരം നല്ല സ്ട്രാറ്റജൈസ് ചെയ്ത് പഠിക്കുന്ന ഒരാളെയാണ്. നിങ്ങൾ ഓരോ സെക്ഷൻസും പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചോദിക്കുക, നാളെ നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിൽ നിന്നും ഈ ടോപ്പിക്കിൽ നിന്നും എന്തായിരിക്കും നിങ്ങൾ പഠിക്കുക? അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പോയിന്റ് നിങ്ങളുടെ എന്തായിരിക്കും? അതാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. മിസ്റ്റേക്ക് നമ്പർ 2, വെയിറ്റിംഗ് ഫോർ മോട്ടിവേഷൻ കിട്ടിയിട്ടൊരു കാര്യം തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. മോട്ടിവേഷൻ പതിയെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആക്ഷൻസ് ആയിരിക്കണം നമ്മുടെ മോട്ടിവേഷൻസ്. ഇന്ന് നമ്മളൊരു കാര്യം പഠിച്ചു, ആ പഠിക്കുന്നത് ഒരു ആക്ഷനാണ്. ആ ആക്ഷനിൽ നിന്നും ഉണ്ടാവുന്ന മോട്ടിവേഷൻ വെച്ചിട്ടാണ് നാളത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ആക്ഷൻ വെച്ച് തുടങ്ങിയേ പറ്റുള്ളൂ. ഞാൻ റെഡി ആയതിനു ശേഷം മാത്രമേ പഠിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു ടേബിൾ സെറ്റപ്പ് കിട്ടട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ബുക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഈ നോട്ട്സ് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ ഇപ്പോൾ ദ പവർ ഓഫ് നൗ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ സക്സീഡ്. മിസ്റ്റേക്ക് നമ്പർ 3, സ്റ്റഡിയിങ് എലോൺ ഇൻ സൈലൻസ്. ചില കുട്ടികൾ ഇതൊരു സോളോ ജേണി ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ഒറ്റയ്ക്ക് ഒരു റൂമിനകത്ത് അടച്ചിട്ട് പൂട്ടിയിരുന്ന് പഠിക്കും. അങ്ങനെ പഠിക്കുന്നവർ പാസ്സാവുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും എല്ലാ കേസും ആപ്ലിക്കബിൾ ആയിക്കൊള്ളണം എന്നൊരു നിർബന്ധവും ഇല്ല. ഞാൻ UPSC പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷനിൽ പഠിക്കുക എന്നുള്ളത്. ആരെയും അടുപ്പിക്കാതെ ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ പോയ വർഷം ഐ ചോസ് കമ്പൈൻഡ് സ്റ്റഡി, ഐ ചോസ് പിയർ ഗ്രൂപ്പ്സ്. അതെന്നെ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്തു. ആ വർഷം എനിക്ക് നല്ല മാർക്ക് കിട്ടാനും അതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും എന്നെക്കൊണ്ട് സാധിച്ചു. മിസ്റ്റേക്ക് നമ്പർ 4, നെവർ റിവ്യൂയിങ് യുവർ ഫെയിലിയേഴ്സ്. ഒരു തവണ നമ്മൾ ഫെയിലായി. എന്തുകൊണ്ട് ഫെയിലായി? എനിക്ക് എവിടെ മാർക്ക് കുറഞ്ഞു? അവിടെ എന്ത് ചെയ്തപ്പോഴാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്? ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സാണ് ചെയ്തത്? ആ മിസ്റ്റേക്സ് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ആ മിസ്റ്റേക്ക് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എപ്പോൾ അത് റിവ്യൂ ചെയ്യുന്നോ അപ്പോൾ മാത്രമേ അത് റെക്ടിഫൈഡ് ആവുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിസ്റ്റേക്ക് ജേർണലൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ്, നിങ്ങൾ വരുത്തിയിട്ടുള്ള ഫെയിലിയറിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് ജേർണലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. മിസ്റ്റേക്ക് നമ്പർ 5, ഇഗ്നോറിങ് മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്താലും മെൻ്റൽ ഹെൽത്ത് സാക്രിഫൈസ് ചെയ്യരുത്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് എത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ല. കാരണം ഇതെല്ലാവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് പുവർ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു പുവർ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ഡിസ്കസ് ചെയ്യില്ല. പക്ഷേ ദാറ്റ് ഈസ് എ റിയാലിറ്റി. നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പണയം വെച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നന്നായി ഉറങ്ങുക, നന്നായി ഭക്ഷണം കഴിക്കുക, അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുക, ജേർണലിംഗ് ചെയ്യുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുക. ഇതെല്ലാം ചെയ്യുമ്പോൾ മാത്രമേ ആ മെൻ്റൽ ഹെൽത്ത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ ദോ ഇത് ഞാൻ ലാസ്റ്റാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ബ്രീഫ് ചെയ്യാം. നമുക്കൊരു സ്ട്രാറ്റജി വേണം. മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഐസൊലേഷനിൽ പഠിക്കുക എന്നുള്ളത് എപ്പോഴും ബെനിഫിറ്റ് ചെയ്തോളണം എന്നില്ല. തെറ്റുകളിൽ നിന്ന് തിരുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.